ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പുളിരസത്തിൻ്റെ റെസിപ്പിയാണ്. തക്കാളിയും രസ പൗഡറും ഒന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണിത്. ഇത് ചൂട് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ജലദോഷമുള്ളപ്പോഴൊക്കെ ഇതുപോലുള്ള രസം വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി എടുക്കണം. അത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ രസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് കുരുമുളകൊക്കെ ചതച്ചെടുക്കണം. കുരുമുളക് 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 5 ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പുളിയിലേക്ക് 3 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ കുറച്ച് വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. പിന്നെ അതുപോലെ സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം. അലൂമിനിയം പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കുരുമുളകൊക്കെ ചേർക്കാം. കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിതിൽ രസം പൗഡറൊന്നും ചേർക്കുന്നില്ല. വീട്ടിൽ തന്നെയുള്ള മസാല പൗഡർ തന്നെയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. അരിച്ചതിന് ശേഷമാണ് പുളിവെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഈ പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായംപൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കായംപൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് കേട്ടോ ഇത്. ചൂട് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ പുളിരസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു രസമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.